പൊതുവിതരണ വകുപ്പ് ചെങ്ങറ സമരഭൂമിയിലെ സഹോദരങ്ങൾക്ക് ഇന്നു മുതൽ സഞ്ചരിക്കുന്ന റേഷൻ കടയിലൂടെ അവരുടെ വീട്ടുമുറ്റത്ത് ഭക്ഷ്യധാന്യം എത്താൻ പോവുകയാണ്. ഗവൺമെന്റിന്റെ ഈ പദ്ധതി ആരംഭിച്ചത് നമ്മുടെ നാട്ടിലെ ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്ന ആയിരക്കണക്കായ കുടുംബങ്ങൾ അവർക്ക് ഭക്ഷ്യധാന്യം റേഷൻ കടയിൽ വന്ന് വാങ്ങണമെങ്കിൽ 8, 10, 16 കിലോമീറ്റർ നടന്നും സ്വകാര്യ വാഹനങ്ങളിൽ വന്നുമാണ് വാങ്ങേണ്ടി വരുന്നത്. ഒരു കുടുംബം ഭക്ഷ്യധാന്യങ്ങൾ അരിയും ഗോതമ്പും വാങ്ങാൻ പോകണമെങ്കിൽ 750, 1000 രൂപ വാടകയ്ക്ക് വണ്ടിക്ക് വാടക കൊടുത്ത് പോകേണ്ടി വരുന്ന സാഹചര്യവും ചില കുടുംബങ്ങളെങ്കിലും അതിന് കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അരി തന്നെ ഉപേക്ഷിക്കുന്ന വാങ്ങാത്ത അവസ്ഥയെ സംബന്ധിച്ചുള്ള വിവരങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് അവരുടെ ഉന്നതികളിൽ സർക്കാരിന്റെ ചിലവിൽ ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്നിപ്പോൾ കേരളത്തിൽ 149ാമത്തെ കേന്ദ്രമാണ് ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ചെങ്ങറ സമരഭൂമി. 148 കേന്ദ്രങ്ങളിൽ, ഉന്നതികളിൽ, അതുപോലെ ദുർഘടമായിട്ടുള്ള വനപ്രദേശങ്ങളിൽ, നമ്മുടെ പ്ലാന്റേഷന്റെ ചില ലയങ്ങളിൽ, അങ്ങനെ 148 കേന്ദ്രങ്ങളിൽ ഗവൺമെന്റ് ഇതുപോലെ ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുകയാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, പല സാമൂഹിക സംഘടനകൾ നടത്തുന്ന ക്ഷേമ സ്ഥാപനങ്ങൾ, നമ്മുടെ നാട്ടിലെ കിടപ്പ് രോഗികൾ, ഒരു വീട്ടിൽ ഒരാളോ 2 പേരോ മാത്രമുള്ള വീട്ടിൽ ആ 2 പേർക്കും റേഷൻ കടയിൽ പോയി അരി വാങ്ങാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയിൽ കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്കെങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ കഴിയുക? അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കിടപ്പ് രോഗികൾക്ക് ഒപ്പം എന്നൊരു പദ്ധതി തയ്യാറാക്കി നമ്മുടെ പല ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ തൊഴിലാളികളുടെ സഹകരണത്തോടു കൂടി അവരുടെ വീടുകളിൽ ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുകയാണ്. The whole world to enjoy. New Day Spices.